السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لا تدركه الأبصار وهو يدرك الأبصار وهو اللطيف الخبير. صدق الله العلي العظيم. ആദരണീയരായ ഗുരുവര്യർ, മറ്റു മുതഅല്ലിം സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിക പ്രബോധനവുമായി രംഗത്തെത്തിയപ്പോൾ മക്ക മുശ്രിക്കുകൾ പല വെല്ലുവിളികളുമായി മുന്നോട്ട് വരികയുണ്ടായി. അവർ പറയുന്ന കാര്യങ്ങളെ കാണിച്ചു കൊടുത്താൽ മാത്രമേ അവർ ഇസ്ലാം ആശ്ലേഷിക്കൂ എന്നതായിരുന്നു അതിൽ കൂടുതലും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചന്ദ്രനെ പിളർത്തിയതും മരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് നടന്നു വന്നതും തുടങ്ങിയ ചരിത്രങ്ങളെല്ലാം നമുക്ക് പരിചിതമാണ്. എന്നാൽ ശത്രുക്കൾ മുന്നോട്ട് വെച്ച മറ്റൊരു പ്രധാന വെല്ലുവിളിയായിരുന്നു അവർക്ക് അള്ളാഹുവിനെ കാണിച്ചു കൊടുക്കണം എന്നുള്ളത്. എന്നാൽ ഈ മുശ്രിക്കുകൾ മുന്നോട്ട് വെച്ച മറ്റൊരു പ്രധാനം ഇതായതുകൊണ്ട് ഈ സംഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ആയത്ത് ചർച്ച ചെയ്യുന്നത് എന്ന് ഇമാം ഖുർത്തുബി ജാമിഉൽ അഹ്കാമിൽ ഖുർആൻ എന്ന അവിടുത്തെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. മനുഷ്യൻ കണ്ണുകൾ കൊണ്ട് കാണുന്ന ലോകത്താണ് ജീവിക്കുന്നത്. കണ്ടത് മാത്രം വിശ്വസിക്കുന്ന ഒരു ചിന്താധാരണയാണ് മനുഷ്യനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത്തരം മനുഷ്യരോട് ഖുർആൻ പറയുന്നത് അള്ളാഹു കാണപ്പെടേണ്ട ഒരു വസ്തുവല്ല, അവൻ മനസ്സിലാക്കപ്പെടേണ്ട ഒരു വാസ്തവമാണ് എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു വെച്ചതുപോലെ മുശ്രിക്കീങ്ങളുടെ അഹങ്കാരപരമായ ചോദ്യ പശ്ചാത്തലത്തിൽ നിങ്ങൾ പറയുന്ന ഇലാഹിനെ ഞങ്ങൾക്ക് കാണിച്ചു തരൂ എന്നതായിരുന്നു അവരുടെ ആവശ്യം. ഈ ആവശ്യത്തിലൂടെ അള്ളാഹുവിനെ സൃഷ്ടികളുമായി ഉപമിക്കുക എന്നതായിരുന്നു അവരുടെ പ്രധാന ലക്ഷ്യം. അതിനുള്ള മറുപടി എന്നോണമാണ് അള്ളാഹു ഈ ആയത്ത് പറയുന്നത്, ലാ തുദ്രികുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ വഹുവൽ ലത്തീഫുൽ ഖബീർ. അള്ളാഹു സൃഷ്ടികളെ പോലെ രൂപവും പരിധിയുമുള്ളവനല്ല. പരിധിയുള്ള കണ്ണുകൾക്ക് പരിധിയില്ലാത്ത സൃഷ്ടാവിനെ ഉൾക്കൊള്ളുക എന്നുള്ളത്, കാണുക എന്നുള്ളത് വാസ്തവമല്ല എന്നുള്ളതാണ് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. ഈ സത്യം മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിലൂടെയും നാം പഠിച്ചതാണ്. റബ്ബി അദ്നി അൻളുറു ഇലൈകി എന്നുള്ള മൂസാ നബിയുടെ അപേക്ഷയ്ക്ക് മറുപടി എന്നോണം അള്ളാഹു പറഞ്ഞത് ലൻ തറാനി, നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയില്ല എന്നതായിരുന്നു. അള്ളാഹുവിന്റെ നൂറിന്റെ പ്രതിഫലനം പോലും ഒരു പർവ്വതത്തെ ഛിന്നഭിന്നമാക്കുമ്പോൾ കേവലം ഒരു മനുഷ്യ കണ്ണുകൾക്ക് ഇതെങ്ങനെയാണ് ഈ സാരത്തെ താങ്ങാൻ കഴിയുക? ഈ സംഭവത്തിലൂടെ അള്ളാഹു മനുഷ്യന്റെ അറിവിന്റെയും ദൃഷ്ടിയുടെയും പരിമിതിയെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ജലാലയിൽ ഈ ആയത്ത് വ്യാഖ്യാനം ചെയ്യുമ്പോൾ പറയുന്നു, ലാ തുദ്രികുൽ അബ്സാറു ഐ ലാ തുഹീതു ബിദാതിഹിൽ അബ്സാർ വഹു യുദ്രികുൽ അബ്സാറു ഐ യുഹീതു ബിഹാ ഇൽമൻ. കണ്ണുകൾക്ക് അള്ളാഹുവിന്റെ സാരത്തെ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയില്ല. എന്നാൽ അള്ളാഹു എല്ലാ സൃഷ്ടികളെയും എല്ലാ ദൃഷ്ടികളെയും അതിന്റെ പിന്നാമ്പുറത്തുള്ള ഉദ്ദേശങ്ങൾ വരെ മനസ്സിലാക്കുന്നു എന്നാണ് ഈ ആയത്തിന് വിശദീകരിക്കുന്നിടത്ത് മുഹീസുന്ന ഇമാം ബഗവി റളിയല്ലാഹു അൻഹു അവിടുത്തെ മആലിമു തൻസീൽ എന്ന തഫ്സീർ ഗ്രന്ഥത്തിൽ എഴുതുന്നു, ലാ തറാഹുൽ അബ്സാർ ഫി ദുനിയ വ തറാഹുൽ മുഅ്മിനൂന ഫിൽ ആഖിറ വലാ യകൂനു ദാലിക മുഖാലിഫൻ ലിഹാദിഹിൽ ആയ ലിഅന്നഹാ ഫി അബ്സാരി ദുനിയ. ദുനിയാവിലെ കണ്ണുകൾക്ക് അള്ളാഹുവിനെ കാണാൻ കഴിയില്ല, പക്ഷേ ആഖിറത്തിൽ വിശ്വാസികൾക്ക് അള്ളാഹുവിനെ കാണാൻ കഴിയും. ഇത് ഈ ആയത്തിനോട് വിരുദ്ധമല്ല. ഇത് അള്ളാഹു ഇവിടെ പറയുന്നത് ദുനിയാവിലെ ദൃഷ്ടിയെ കുറിച്ചാണ്. മാത്രമല്ല അള്ളാഹു ഇവിടെ ഉപയോഗിച്ചത് ഇദ്റാഖ് എന്നുള്ള പ്രയോഗമാണ്. ഇദ്റാഖും റുഇയത്തും തമ്മിൽ വ്യത്യാസമുണ്ട്. റുഇയത്തിനാണ് സാധ്യമാകാത്തത്, ഇദ്റാഖിനാണ് സാധ്യമാകാത്തത്. റുഇയത്ത് സാധ്യമാകുമെന്ന് സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട്. ഇമാം നസഫി അവിടുത്തെ മദാരിഖു തൻസീൽ എന്ന ഗ്രന്ഥത്തിൽ ഇത് വ്യക്തമായി പറയുന്നുമുണ്ട്. ഈ ആയത്ത് മറ്റൊരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ആയത്ത് തന്നെ മുൻനിർത്തിക്കൊണ്ട് മുഅ്തസിലീങ്ങൾ ഖുർആനിൽ തന്നെ പറയുന്നുണ്ട് അള്ളാഹുവിനെ കാണാൻ കഴിയില്ല എന്നുള്ള വാദം ഉന്നയിക്കുന്നുണ്ട്. ഇത് ശുദ്ധ വിഡ്ഢിത്തമാണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ഇദ്റാഖിന് കഴിയില്ല എന്നാണ് പറയുന്നത്, പക്ഷേ റുഇയത്തിന് കഴിയും. ദുനിയാവിൽ അള്ളാഹുവിനെ കാണാൻ സാധിക്കില്ലെങ്കിലും ആഖിറത്തിൽ വിശ്വാസികൾക്ക് അള്ളാഹുവിന്റെ ജിവാർ ലഭിക്കും എന്നാണ് ഇമാം ബൈലാവി ഇവിടെ പറഞ്ഞു വെക്കുന്നത്.
ഇമാം ഫഖറുദ്ദീൻ റാസി ഈ ആയത്തിനെ കൂടുതൽ ആഴത്തിൽ വിശദീകരിച്ച് പറയുന്നു, ഇന്നൽ ഇദ്റാക ഇന്നമാ യകൂനു ലിമാ ലഹു ഹദ്ദുൻ വജിഹ വല്ലാഹു മുനസ്സഹുൻ അനിൽ ഹുദൂദിൽ ജിഹാദ് ഫംതന ഖൗനുഹു മുദ്റകം ബിൽ അബ്സാർ. കണ്ണ് കാണുന്നത് രൂപവും പരിധിയുമുള്ള ഒരു വസ്തുവിനെയാണ്. എന്നാൽ അള്ളാഹുവിന് രൂപവുമില്ല പരിധിയുമില്ല. അതിനാൽ അവനെ കാണാൻ ശ്രമിക്കുക എന്നുള്ളത് അത് ഒരു സൃഷ്ടിയോട് യോജിക്കുന്നതല്ല, അള്ളാഹുവിനെ സൃഷ്ടിയോട് ഉപമിക്കുന്നതിന് തുല്യമാണ്. അത് വലിയ തെറ്റിലേക്ക് നയിക്കുന്നതുമാണ്. മാത്രമല്ല ആയത്തിന്റെ അവസാന ഭാഗത്ത് വഹുവൽ ലത്തീഫുൽ ഖബീർ എന്നുള്ള പ്രയോഗങ്ങൾ ഇതിനെ ഒന്നുകൂടി ശക്തമാക്കുന്നുണ്ട്. അള്ളാഹു ലത്തീഫാണ്, കണ്ണുകൾക്ക് കാണാത്ത വിധം സൂക്ഷ്മനും സമീപവുമായവനാണ്. മാത്രമല്ല അവൻ അൽ ഖബീറാണ്, ഹൃദയങ്ങളിലെ രഹസ്യങ്ങളെ പോലും അറിയുന്നവനാണ്. മനുഷ്യൻ ആരും കാണില്ലെന്ന് കരുതുന്ന നിമിഷത്തിലും അവന്റെ ചിന്തകളും ഉദ്ദേശങ്ങളും വരെ മനസ്സിലാക്കാൻ കഴിയുള്ളവനാണ് അള്ളാഹു. ഇമാം ബൈലാവി അൻവാർ തൻസീൽ വസ്റാറു തഅവീൽ എന്ന ഗ്രന്ഥത്തിൽ ഈ ആയത്തിനെ വിശദീകരിക്കുന്നത് ലാ തുദ്രികുൽ അബ്സാറു ഐ ലാ തുഹീതു ബികുൻഹിഹി വഹഖീഖതിഹി വഹു യുദ്രികുൽ അബ്സാറു ഔ യുഹീതു ബിഹാ വമുദ്റകാതിഹാ. കണ്ണുകൾക്ക് അള്ളാഹുവിന്റെ യഥാർത്ഥ കുൻഹിനെ ഹഖീഖത്തിനെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് തന്നെയാണ്. പക്ഷേ അള്ളാഹു എല്ലാ കണ്ണുകളെയും അവ കാണുന്നവയെയും മനസ്സിലാക്കുന്നു. അള്ളാഹുവിന്റെ കുൻഹ് അനന്തര സ്വത്വം ദൈവികത്വം എന്നുള്ളത് മനുഷ്യ ബുദ്ധിക്കും ദൃഷ്ടിക്കും അതീതമാണ് എന്ന് ഇമാം ബഗ്വി ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നു. അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹിയും ഇതേ രൂപത്തിൽ തന്നെയാണ് ഈ ആയത്തിനെ പറഞ്ഞു വെക്കുന്നത്. ഐലാ തുദ്രികുൽ അബ്സാർ ഫി ദുനിയ ലിഅന്നഹു അളീമുൻ അജലു മിൻ അൻ തുഹീതു ബിഹിൽ അബ്സാർ വ അമ്മാ ഫിൽ ആഖിറതി ഫഇന്നൽ മുഅ്മിനീന യറൗനല്ലാഹു കമാ ജാഅത് ബിൽ അഹാദിസ് സഹീഹ. ദുനിയാവിലെ കണ്ണുകൾക്ക് അള്ളാഹുവിനെ കാണാൻ കഴിയില്ല എന്ന് തന്നെയാണ്. അവൻ അത്രയും മഹത്തായവനാണ്. എന്നാൽ ആഖിറത്തിൽ വിശ്വാസികൾക്ക് അള്ളാഹുവിന്റെ ജിവാർ റുഅ്യത്ത് ലഭിക്കുക തന്നെ ചെയ്യും. ഖുർആനും ഹദീസും അടിസ്ഥാനമാക്കി അഹ്ലു സുന്നത്തിന്റെ മുഅ്മിനീങ്ങൾക്ക് ആഖിറത്തിൽ അള്ളാഹുവിന്റെ ജിവാർ റുഅ്യത്ത് ലഭിക്കും എന്നുള്ള അഖീദയെ ഇവിടെ ഉറപ്പിച്ചു പറയുകയാണ് അല്ലാമ ഇബ്നു കസീർ. അതുകൊണ്ട് ഈ ആയത്തെല്ലാം നമ്മോട് ചോദിക്കുന്നത്, നാം അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നമ്മെ കാണുന്നുണ്ട് എന്ന ബോധത്തോടു കൂടി നാം ജീവിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മുടെ നിസ്കാരം, ഇടപാടുകൾ, സ്വകാര്യ ജീവിതം, രഹസ്യ ചിന്തകൾ വരെ അള്ളാഹു കാണുന്നുണ്ട് എന്ന ബോധത്തോടു കൂടിയായിരിക്കണം നാം ജീവിക്കേണ്ടത്. കാണാത്ത അള്ളാഹുവിനെ കണ്ടെന്ന പോൽ ജീവിക്കാനും അഹങ്കാരം ഇല്ലാതാക്കാനും ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നു. അള്ളാഹു നമ്മെ അവനെ കാണാഞ്ഞിട്ടും അവനെ ഭയപ്പെടുന്നവനായി അവന്റെ എല്ലാം കാണുന്നു എന്ന ബോധത്തോടു കൂടി ജീവിക്കുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക് വലാ മുസരിഫൽ ഖുലൂബ് സരിഫ് ഖുലൂബനാ അലാ തഅതിക് എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.